Second question, if cosec theta plus cot theta equal to 5, then the value of tan theta is equal to. So, നമുക്ക് തന്നേക്കണ വാല്യൂ എന്താ? cosec theta plus cot theta equal to 5. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. നമുക്കറിയാം cosec സ്ക്വയർ തീറ്റ മൈനസ് cot സ്ക്വയർ തീറ്റ equal to 1. a square minus b square എന്താ? a plus b into a minus b ആണ്. സോ cosec സ്ക്വയർ തീറ്റ മൈനസ് cot സ്ക്വയർ തീറ്റയെ നമുക്ക് ഈ ഫോമിൽ എഴുതാം. cosec തീറ്റ പ്ലസ് cot തീറ്റ ഇൻറ്റു cosec തീറ്റ മൈനസ് cot theta, which is equal to 1. So, equation 1 എന്തുള്ളത്? cosec theta plus cot theta വാല്യൂ 5 എന്നുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 ഇൻറ്റു cosec theta മൈനസ് cot theta ഈക്വൽ ടു 1. സോ cosec theta മൈനസ് cot theta വാല്യൂ നമുക്ക് 1/5 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. സോ രണ്ട് ഇക്വേഷൻസും നമുക്ക് ഒന്നിച്ച് എഴുതാം. cosec തീറ്റ പ്ലസ് cot തീറ്റ ഈക്വൽ ടു 5ഉം cosec തീറ്റ മൈനസ് cot തീറ്റ ഈക്വൽ ടു 1/5ഉം. അപ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുക. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ cosec തീറ്റ മൈനസ് cosec തീറ്റ ക്യാൻസൽ ആയി പോവും. cot തീറ്റ മൈനസ് cot തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 2 cot തീറ്റ എന്ന് കിട്ടും. 2 cot തീറ്റ ഈക്വൽ ടു 5 മൈനസ് 1/5. 5 മൈനസ് 1/5 നമുക്ക് എന്ത് ചെയ്യാം? 25 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 5. 2 cot തീറ്റയുടെ വാല്യൂ ആണ് 24 ഡിവൈഡ് ബൈ 5. cot തീറ്റയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 24 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുക 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 5. cot തീറ്റ 12/5 ആണെങ്കിൽ tan തീറ്റ കാണാൻ വേണ്ടിയിട്ട് tan തീറ്റ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ cot തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 5/12.